ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് 5 ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാനിവിടെ പുറന്തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴിയുമ്പം മഞ്ഞ കളറിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിയുന്ന നല്ല നീളത്തിൽ രീതിയിൽ നമുക്കിതൊന്ന് അരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് നീളത്തിൽ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിയുമ്പം ഇതേ രീതി വേണം എല്ലാം അരിഞ്ഞെടുക്കാൻ. ഈ വലുപ്പത്തിൽ ഈ നീളം വരുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഉരുളക്കിഴങ്ങും വെള്ളത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല നീളത്തിൽ നല്ല ഈ പരുവത്തിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അരിയേണ്ട പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പരുവമായിരിക്കും കറക്റ്റ്. ഇതേ രീതിയിലാണ് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഇതൊക്കെ ഒന്ന് മുങ്ങി വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഗ്യാസ് ഓണാക്കി. ഇത് ഒരു നന്നായിട്ടൊന്നും വേകരുത്. ഒരു 15 മിനിറ്റോളം നല്ല തിളച്ച വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒത്തിരി വേകണ്ട. ഒത്തിരി വേവ് നമുക്കിതിന് ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളം വീഴാതെ ഉരുളക്കിഴങ്ങ് മാത്രം നമ്മൾ എടുത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ തൊലി കളഞ്ഞപ്പോഴേ നന്നായി കഴുകി എടുത്തുകൊണ്ടാണ് ഈ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കഴുകാതിരുന്നത്. അപ്പം നിങ്ങൾ ആദ്യം കഴുകിയെടുക്കുമെങ്കിൽ അങ്ങനെയും കഴുകിയെടുക്കുക. രണ്ടാമത് കഴുകിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കഴുകിയെടുക്കുക. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പത്തേക്കും ഇടുക. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ രീതിയിൽ വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേഗം എന്ന് പറഞ്ഞാൽ വേവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി വെന്ത് പോകരുത്. ഒരു മീഡിയം ടൈപ്പിൽ വെന്തിരിക്കാൻ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല നനവൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ ഒരു തുണിയിലേക്ക് ഇത് നമുക്ക് വെള്ളമില്ലാതെ ഒന്ന് എടുത്തിടണം. ഞാനിവിടെ തോർത്തിലേക്കാണ് ഒരു നല്ല വൃത്തിയുള്ള നല്ലൊരു തോർത്തെടുക്കുക. അതിലേക്ക് ഇത് നനവില്ലാതെ ഒന്ന് എടുത്തിടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു വെള്ള തോർത്തിലേക്ക് ഇങ്ങനെ നമ്മൾ ചൂടാറിയ ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒപ്പി അതിൻ്റെ അകത്തെ ഞാനിപ്പോൾ 2 മടങ്ങായിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കി ഒപ്പി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വെള്ളം ഉണക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ തുണിയിലേക്ക് വിരിച്ചിട്ടതും. അതേ രീതി ചെയ്യണം. ഇപ്പോൾ ഞാൻ ഏകദേശം 10 മിനിറ്റോളം തുണിയെ വിരിച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിൽ ഒന്ന് ഒടിഞ്ഞു കിട്ടുന്ന രീതിയിൽ വെന്ത് വന്നിട്ടേ ഉള്ളൂ. ഇത്രയും വെന്താൽ മതിയായിരിക്കും. ഇത്രയും വെന്താൽ മതി. ഈ രീതിയിലാണ് നിങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടത് അടുത്ത വറക്കുവാണ് ചെയ്യേണ്ടത്. വറക്കാനായി ഞാനിവിടെ ഓട്ടുരുളിക്കകത്താണ് വറക്കുന്നത്. നല്ല വണ്ണം കിട്ടുന്ന രീതിയിൽ ഇപ്പം നല്ല ഒരു ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നല്ല വണ്ണം ഉള്ള പാത്രത്തിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിവിടെ ഒരു ഓട്ടുരുളിക്കകത്തേക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വെച്ച് ചൂടാക്കുവാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓട്ടുരുളിക്കകത്തേക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായി ചൂടായി വന്ന ശേഷമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചിയാണ് ഇതിന്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിവിടെ 1/2 ലിറ്റർ ഓയിലാണ്. 5 ഉരുളക്കിഴങ്ങ് ഏകദേശം 1 കിലോ അടുത്തുണ്ട്. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ വറക്കുന്ന സമയം ഈ ഉരുളക്കിഴങ്ങിലേക്ക് മുളക് പൊടിയും ഉപ്പ് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഞാൻ വറുത്ത് കഴിയുമ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ചേർത്താൽ മതി. വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയൊക്കെ ഒന്ന് വെതറി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ ഒരല്പം ഉപ്പും മുളക് പൊടിയും വെതറി കൊടുക്കുന്നുണ്ട് വറുത്ത് കഴിയുമ്പം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. ഇച്ചിരി കൂടെ തിളച്ച് വരാനുണ്ട്. ഒരുവിധം തിളച്ചതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയിട്ട് ഇതിട്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് ചുമ്മാ ഇതൊന്നും കുഴഞ്ഞൊന്നും പോവുകയില്ല. നമ്മൾ ഒത്തിരി ഒന്നും വേവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴഞ്ഞു പോവുകയില്ല. ചുമ്മാ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു
1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചുമ്മാ ഒന്ന് വെതറി നമുക്ക് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ഒന്നായി ഇട്ടാൽ മതി. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളക് പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കളറിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. ഇപ്പം ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.